ഒരു സ്ത്രീയെ കുറ്റകൃത്യത്തിലേക്ക് നയിക്കാതിരിക്കാനുള്ള കർത്തവ്യം കാമുകനാണുള്ളത്. പറഞ്ഞത് KR മീരയാണ്, എഴുത്തുകാരി KR മീര. കോഴിക്കോട് KLFന്റെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഒരു വേദിയിൽ വെച്ചുകൊണ്ടാണ് ഈ വിഷയം സംസാരിച്ചത്. ഗ്രീഷ്മ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച, ഒരു ചോദ്യം അവർക്ക് നേരിടേണ്ടി വന്നപ്പോഴാണ് ഇത്തരം രീതിയിലുള്ള ഒരു പ്രതികരണം അവർ നടത്തിയത്. അതായത് സ്ത്രീപക്ഷവാദം ഉയർത്തിപ്പിടിക്കുന്ന ഫെമിനിസത്തെ പറ്റി പറയുന്ന, അതിൽ എല്ലാത്തിനും ഉപരിയായിട്ട് ആരാച്ചാർ പോലത്തെ മനോഹരമായൊരു പുസ്തകം എഴുതിയ ആരാച്ചാർ മാത്രമല്ല, KR മീര എഴുതിയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും വളരെ മനോഹരമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയേണ്ട സ്ഥിതിയൊന്നുമല്ല. കാര്യം നല്ല എഴുത്തുകാരിയാണ്, ഭംഗിയിൽ എഴുതുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെയൊക്കെ അതേപോലെ തന്നെ എഴുതുന്നൊരു എഴുത്തുകാരിയാണ്. ആരാച്ചാർ എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഉദ്യോഗമനയിൽ നമ്മളിങ്ങനെ നിൽക്കും. കൊലയാളിയെ പറ്റിയും ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കാറുണ്ട്. പലപ്പോഴും കൊൽക്കത്ത നഗരമൊക്കെ എഴുത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ KLF പോലെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ വേദിയിൽ വെച്ചിട്ട് KR മീര പറഞ്ഞ വാചകങ്ങൾ, അത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താ പറയുന്നത്, സ്ത്രീപക്ഷപാതം എന്ന് പറയുന്ന സ്ത്രീപക്ഷവാദം ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് കഷായമൊക്കെ കൊടുത്തു. എത്ര സിമ്പിളായിട്ടാണ് പറയുന്നത് നോക്കണം. അതായത് ഒരു ചെറുപ്പക്കാരന് താൻ സ്നേഹിച്ച് പ്രണയിച്ച് അങ്ങേയറ്റം ജീവനോട് തൻ്റെ ആത്മാവിനോളം അവളെ സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരന് ഈ പെൺകുട്ടി തുരിശ്, അതായത് ഒരിക്കലും ബ്ലഡിൽ ഈ വിഷാംശം ചെന്ന് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അപ്രത്യക്ഷമാകുന്ന ഒരു വിഷം കൊടുത്തിട്ട് കരളും കുടലും പാൻക്രിയാസും ഉൾപ്പെടെ എല്ലാ അവയവങ്ങളും കരിഞ്ഞ് പഴുത്ത് ദ്രവിച്ചു പോകുന്ന ഒരവസ്ഥയിൽ ഒരു ചെറുപ്പക്കാരനെ കൊന്നു കളഞ്ഞിട്ട് പറയുകയാണ് കഷായമൊക്കെ കൊടുക്കുക, അതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നും അല്ല എന്നുള്ള ധ്വനിയാണ് അതിൽ വന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അതായത് പെൺകുട്ടികൾക്ക് അവരുടെ ഈ പറയുന്ന റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റുന്നില്ലെങ്കിൽ സ്വയം സംരക്ഷണാർത്ഥം ഇതൊക്കെ ചെയ്തു പോകുന്നതാണ്, കുറ്റവാളിയാക്കപ്പെടുന്നതാണ്. ഏതൊരു പെൺകുട്ടിയും കുറ്റവാളിയാക്കപ്പെടാം. എന്ത് സന്ദേശമാണ് KR മീരയെ പോലുള്ള ഒരാൾ ഈ പറയുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്? എവിടെ നിന്നാണ് പറയുന്നത് ആലോചിക്കണം. KLF പോലെ ഒരുപാട് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ യുവജനങ്ങളും ഒക്കെ വന്ന്, പെൺകുട്ടികൾ വന്ന്, ആൺകുട്ടികളുമൊക്കെ സമ്മിശ്രമായിരുന്ന് കേൾക്കുന്ന ഒരു വേദിയിലിരുന്നു കൊണ്ടാണ് KR മീര ഇങ്ങനത്തെ ഒരു അതിന് പറയുക, ഞാൻ എന്തെങ്കിലും മോശം സംസാരിച്ചാൽ ഇപ്പോൾ അത് KR മീരയെ അധിക്ഷേപിച്ചു എന്ന് പറയും. പക്ഷെ ഒരു നാറിയ വർത്തമാനല്ലേ സത്യത്തിൽ. ഞാൻ അതിന്റെ മറ്റൊരു വശം പറയാം. ഇപ്പൊ ഇതിനിടയിൽ ചോറ്റാനിക്കര 2 ദിവസം മുമ്പ് ഒരു പോക്സോ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി ക്രൂരമായ രീതിയിൽ രാത്രി വീട്ടിൽ പീഡിപ്പിക്കപ്പെട്ടു. കാമുകൻ 1 വർഷമായി ബന്ധത്തിലുണ്ടായിരുന്ന ഒരുത്തം വന്നിട്ടാണ് രാത്രി വന്ന് കയറി ക്രൂരമായി പീഡിപ്പിച്ചത്. ആ കുട്ടി മരണപ്പെട്ടു. എന്തായിരുന്നു ഇതിന് പിന്നിൽ എന്തായിരുന്നു സംഭവം? ഇവിടെ കാമുകന്റെ റോളല്ലേ ഇവിടെ യഥാർത്ഥത്തിൽ ആ മരണത്തിന് കാരണമായത്? ആ പെൺകുട്ടിക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിച്ചില്ല. എന്തായിരുന്നു വിഷയം? മറ്റൊരു സുഹൃത്തുക്കളുമായിട്ട് ഈ പെൺകുട്ടി ബന്ധപ്പെടുന്നത് ഈ കാമുകന്, ഈ അനൂപ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇഷ്ടമായില്ല. നിരന്തരം ആ പെൺകുട്ടിയോട് പറഞ്ഞു, ആ ബന്ധം നീ ഒഴിവായിക്കോ, ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തത്, തുടങ്ങിയ രീതിയിൽ നിരന്തരമായിട്ട് പ്രഷർ ചെയ്തുകൊണ്ടേയിരുന്നു. ഇവള് നേരത്തെ തന്നെ ഈ ഒരു ബന്ധം ഒഴിവാക്കാനായിട്ടുള്ള പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവളുടെ അമ്മയോട് ഇക്കാര്യം ഈ ബന്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഇയാൾ തന്നെ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങൾ, മറ്റു സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞിട്ടൊക്കെ ഈ കുട്ടി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കാമുകന് റോളില്ലേ? അപ്പോൾ സ്ത്രീകൾ ഇത്തരം രീതിയിലുള്ള മറ്റ് ബന്ധങ്ങളിൽ നിന്ന്, അതായത് യഥാർത്ഥത്തിൽ അനൂപ് എന്ന് പറയുന്ന ആളുടെ സംശയരോഗം, ആ സംശയരോഗമാണ് ക്രൂരമായ പീഡനത്തിലേക്കും ആ പെൺകുട്ടി മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ചെന്നെത്തിച്ചത്. ഈ ഒരു ആംഗിളിൽ നമ്മൾ KR മീരയെ പറഞ്ഞ ആ വാക്കുകളെ നോക്കുകയാണെങ്കിൽ അവർ പറഞ്ഞത് ഒരു അർത്ഥത്തിൽ ശരിയാണ്, മറ്റൊരർത്ഥത്തിൽ തെറ്റുമാണ്. പക്ഷെ അവിടെ രണ്ടുണ്ട്, അവിടെ ശരിയുമുണ്ട് തെറ്റുമുണ്ട്. KR മീരയെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അവർ പറഞ്ഞത് മുഴുവൻ തെറ്റാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അല്ല, അവർ പറഞ്ഞത് മുഴുവൻ തെറ്റല്ല, അതിൽ ഇത് മാത്രമാണ് ശരി എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ തലച്ചോറിനുള്ളിലേക്ക് നമുക്ക് ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതാണ് പ്രശ്നം. കാരണം ചോറ്റാനിക്കരയിൽ കൊല്ലപ്പെട്ട ആ പെൺകുട്ടി, അതിക്രൂരമായിട്ടാണ് ആ പെൺകുട്ടി കൊല്ലപ്പെട്ടത്. അങ്ങനെ ആ പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോൾ നമ്മളെല്ലാം അതിനെ അത്തരം ഒരു സംഭവം നടന്നതിൽ വളരെ ദുഃഖം രേഖപ്പെടുത്തുകയും ഇത് സംഭവിക്കരുത് എന്ന് പറയുകയും ചെയ്തതാണ്. ഈ പറയുന്ന പയ്യൻ,
ആ പെൺകുട്ടി വേറെ ആരോടെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇവളെ കൊല്ലുകയാണോ വേണ്ടത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. എന്ത് റൈറ്റ് ആണ് അതിന് അവനുള്ളത് എന്ന് ചോദ്യം ഉണ്ടല്ലോ. അല്ല, സ്വാഭാവികമായിട്ട് അത്തരം ചോദ്യങ്ങൾ ഉള്ളപ്പോ എന്താ ചെയ്യേണ്ടത്? അല്ല, അത്തരം കാമുകന്മാരപ്പോ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി 100%. അപ്പൊ അവിടെ KR മീര പറഞ്ഞ വാക്കുകളും തിരിച്ച് കാമുകനെ കൊല്ലുക, സാധൂകരിക്കപ്പെടുകയാണ്. കൊല്ലുക എന്ന് പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞത് ഈ ഒരു പ്രഷറിലാകുമ്പോൾ അതിന്റെ ഏറ്റവും എൻഡിൽ എന്താണ് ഒരു പക്ഷേ ഈ ഒരു കടന്ന കൈയിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സ്ത്രീയുടെ മാനസികാവസ്ഥ പോകുന്നു എന്നാണ് KR മീര പറഞ്ഞത്. അല്ല, സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുക. ഇപ്പം ചോറ്റാനിക്കരയിൽ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടിക്ക് എന്തൊക്കെ വഴിയുണ്ടായിരുന്നു? ആ പെൺകുട്ടി ഒന്നാമത്തത്, നമ്മൾ ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് അയാൾ ഏത് തരക്കാരനാണ്, അയാളുടെ മെൻറ്റാലിറ്റി എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സ്ത്രീയും പുരുഷനും അറിഞ്ഞിരിക്കണം. അത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന, നമ്മളെ വിദ്യാഭ്യാസത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്ന ഇടുങ്ങിയ റിലേഷൻഷിപ്പുകളെ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാണ് നമ്മൾ ഓരോ സമയത്തും പറയാറുള്ളത്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ റിലേഷൻഷിപ്പ് പൊട്ടുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും നിയമപരമായി പോവാറില്ല, അല്ലെങ്കിൽ ആ ബന്ധം പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ ഇടപെടിക്കാറില്ല. ഇവരുടെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കും. എന്നിട്ട് പറയും, ഈ പറയുന്ന പയ്യൻ അറിയാതെ വേറെ ആളോട് സംസാരിക്കും, വിളിക്കും, കോണ്ടാക്ട് വരും. ഇനി ഈ പറയുന്ന പെൺകുട്ടി അറിയാതെ പയ്യൻ വേറെ ആളെ വിളിക്കും, കോണ്ടാക്ട് ചെയ്യും, സംസാരിക്കും. ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റോ, അപ്പോൾ ഇവരുടെ മൈൻഡിലേക്ക് വരുന്നത് എന്താ, തങ്ങൾ ചതിക്കപ്പെടുകയാണ് എന്നതാണ് മനസ്സിൽ വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു എന്തും ചെയ്യാം എന്ന് പറയുന്ന അനാരോഗ്യകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. പക്ഷേ അതിന് പരിഹാരം ഇതാണോ? KR മീരയെ പോലുള്ള ഒരു എഴുത്തുകാരി പറഞ്ഞു കൊടുക്കേണ്ടത് ഗ്രീഷ്മയെ പോലെ, ഗ്രീഷ്മ എന്നല്ല അവിടെ, ഇപ്പം ഞാൻ പറയട്ടെ, ഗ്രീഷ്മയ്ക്ക് ഷാരോൺ ആണ് ഇത് കൊടുത്തത് എന്ന് വെച്ചോ, അല്ല തിരിച്ച് ഗ്രീഷ്മയ്ക്ക് ഷാരോൺ ആണ് ഇത് കൊടുത്തത് എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ പറയാം, അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ ചോറ്റാനിക്കരയിലെ പെൺകുട്ടിയെ ഈ കാമുകൻ ചെയ്തത് ശരിയാണ് എന്ന് ഒരു പുരുഷൻ എന്ന നിലയിൽ ഗൗതം പറയുന്നുണ്ടോ? ഇല്ല. പറയുന്നുണ്ടോ? ഇല്ല. പുരുഷനായതുകൊണ്ട് അത് പിന്നെ അവനെ ആ പെൺകുട്ടി ചതിച്ചു, അതുകൊണ്ട് അവളെ കൊല്ലാം എന്നൊരു ഭാഗം ഗൗതമനുണ്ടോ? അല്ല, അവിടെ അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ പറയാനുള്ള യാതൊരു ലൂപ്പ് ഹോൾസും ഇല്ല. അയാൾ ചെയ്തത് മുഴുവനായിട്ടും തെറ്റാണ്. ഇപ്പം ഗൗതമന്റെ, ആ പയ്യന്റെ സ്ഥാനത്ത് ഗൗതമായിരുന്നു എങ്ങനെയായിരുന്നു അവിടെ പ്രതികരിക്കുക? ഞാനായിരുന്നെങ്കിൽ സിമ്പിളായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കും. ഇത്തരം രീതിയിലുള്ള ക്രൂരമായ, ശരിക്കും മൃഗീയമായ വാസനകളില്ലാത്ത ആരും ആ വീട്ടിലേക്ക് ആ രാത്രി കടന്നു ചെന്ന് ചുറ്റിക കൊണ്ടാണ് തലക്കടിച്ചത്. എന്താ സംഭവം എന്നറിയോ? അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പയ്യൻ MNDB കേസില് പോലീസ് കസ്റ്റഡിയിലായിരുന്നു. എന്നിട്ട് ലഹരി കേസിൽ, അതെ, എന്നിട്ട് ആ ഇറങ്ങിയ പയ്യനെ നിരീക്ഷിക്കാനോ ഈ പയ്യൻ എന്ത് ചെയ്യുന്നു അറിയാനോ ഒന്നും ഒരു കാര്യവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ആളുകൾ ഏത് തരക്കാരാണ് എന്ന് പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ കഴിഞ്ഞ ചർച്ചകളിലെല്ലാം പറഞ്ഞു, പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് അത്തരം രീതിയിലുള്ള ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. കഞ്ചാവ് കേസിലെ പ്രതിയും MDMA ഉപയോഗിക്കുന്നവനൊക്കെ ആയിട്ട് റിലേഷൻഷിപ്പും അതോടൊപ്പം തന്നെ പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നതിൽ ഒരു പ്രത്യേക താല്പര്യം പല സ്ത്രീകളും കണ്ടെത്തുന്നുണ്ടോ എന്ന് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ സംശയിക്കുകയാണ്. കാരണം ഈ പെൺകുട്ടികളുടെ തന്നെ അമ്മ ഇവള് മരിക്കുന്നതിന് തൊട്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവളുടെ മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പാടുകൾ, മുറിവേറ്റ പാടുകൾ പലതും കണ്ടിട്ട് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞത് വീണ് പരിക്കേറ്റതാണ് എന്നാണ്. ഇത് ശാസിച്ചിട്ടുണ്ടായി. അതെ, ഇവനുമായിട്ട് ഇവന്റെ ബന്ധം ഉടനടി നിർത്തിക്കൂ എന്ന് പറഞ്ഞിട്ട് ശാസനയൊക്കെ നൽകിയിട്ടുണ്ടായി. എന്നിട്ട് നിർത്തിയില്ല എന്ന് മാത്രമല്ല, ഇത് തങ്ങളുടെ ജീവൻ അപഹരിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് എന്ന് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നില്ല, പെൺകുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. ഒന്നത്, പെൺകുട്ടികൾ അടങ്ങി നിൽക്കണമെന്നോ ഒതുങ്ങി നിൽക്കണമെന്നോ അല്ല പറയുന്നത്, അവരവരുടെ സേഫ്റ്റി അവർ നോക്കണം. ഒന്ന്. രണ്ടാമത്തത്, ഇവിടെ നേരെ തിരിച്ചാണ് സംഭവം. ഞാൻ പറയാം, ഒരു വേദിക്കകത്ത് ഇരുന്ന് ഒരു എഴുത്തുകാരി പറയുകയാണ്, ഈ പറയുന്ന ഗ്രീഷ്മയെ പോലെ ഈ പറയുന്ന പയ്യന് അവൻ എന്ത് തെറ്റാണ്, ഇവിടെ സാഹചര്യങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചോ, ഈ പയ്യൻ എന്താ തെറ്റ് ചെയ്തേ? ഇവളെ സ്നേഹിച്ചു എന്നല്ലാതെ ആ ജഡ്ജി ആ വിധിന്യായത്തിൽ പറയുന്നുണ്ട്, ഒരിക്കൽ പോലും അവളെ ഗ്രീഷ്മ എന്ന് പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. നിരന്തരമായിട്ട് ഗ്രീഷ്മ ബന്ധം വിട്ടിട്ട് പോകണമെന്ന് ഷാരോണിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എവിടെ പറഞ്ഞു?
ആവശ്യപ്പെട്ടിട്ടുണ്ട് എവിടെ പറഞ്ഞു? ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഇല്ല. രീതിയിലുള്ള തരത്തിലുള്ള പോലീസ് റിപ്പോർട്ടുകൾ ജോൺസൺ വരുന്നുണ്ട്. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ജോൺസൺ കൃത്യമായിട്ട് പറഞ്ഞു ആ തരത്തിൽ ഒരു മെസ്സേജ് പോലും ഷാരോണിനോട് അയച്ചിട്ടില്ല, ഷാരോണിനോട് ആ കാര്യം പറഞ്ഞിട്ടില്ല. അവസാനം പോലും ഷാരോണിനെ വിളിച്ചു വരുത്തി എന്തിനാണ്? പക്ഷേ ഗ്രീഷ്മയുടെ അമ്മ പോലും പറയുന്നത് കൃത്യമായിട്ട് ഈ ബന്ധത്തിൽ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് എനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല എന്ന് ഷാരോണിനോട് പറയുകയും അത് അയാൾക്ക് അതികഠിനമായ സ്നേഹമുണ്ടാവാം, ഗ്രീഷ്മയെ വിട്ടുപോകാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം, അതിന്റെ ഭാഗമായിട്ട് അയാൾ വീണ്ടും വീണ്ടും പിന്തുടരുന്നൊരു അവസ്ഥ. ഇവക്കാണെങ്കിൽ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഈ ബന്ധം ഞാൻ ഉപേക്ഷിക്കുകയാണ്, എനിക്ക് വേണ്ട എന്ന കറുത്ത ഒരു മുഖത്തോട് കൂടിയിട്ട് പറയാനുള്ള, കാരണം ഇത്രയും ദീർഘനാൾ സ്നേഹിച്ചതാണ്, ആ പറയാനുള്ള ഭയം ആ പറയാനുള്ള ഒരു ഭയവും, ഇവൻ എന്ത് വിചാരിക്കുമെന്ന് പറയാനുള്ള ഭയവും ഉണ്ടാവും. ഉള്ളിൽ ഈ ബന്ധം തുടരാനുള്ള താല്പര്യവുമില്ല. അല്ല അവിടെ ആ പെണ്ണ് സഹി കെട്ടിട്ട് ഇവനെ എങ്ങനെയെങ്കിലും ഒരു അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ മാത്രമാണ് ഒരാൾക്ക് ആ ഒരു ചിന്താഗതിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുള്ളൂ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സിമ്പിളാണ് കാര്യം. അതായത് ഒരാളോട് വെട്ടിത്തുറന്ന് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാൻ ധൈര്യം കാണിക്കാത്ത അയാൾക്ക് വിഷം കൊടുത്ത് അയാളെ കൊല്ലാൻ എങ്ങനെയാണ് അയാൾക്ക് സാധിക്കുന്നത്? അല്ല, അവിടെ ആ പോരായ്മ, അവിടെ ഗ്രീഷ്മ ചെയ്ത ആ തെറ്റിനെയൊക്കെ നമ്മൾ എല്ലാ പൊതുസമൂഹത്തിലും എല്ലാവരും അവർ ചെയ്യുന്ന ആ ഒരു വളരെ മോശപ്പെട്ട കാര്യമാണെന്നും അത് മൃഗീയമായ സാധനമാണെന്നും പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ KR മീര പറയുന്നതിൽ അവിടെ അവർ പറയുന്ന ഒരു ആംഗിള് നമ്മൾ മനസ്സിലാക്കണം. ഏത് അവസ്ഥയിലാണ് ആളുകൾ ഇത്തരം ക്രിമിനലുകളായി തീരുന്നത് എന്നാണ്. അല്ല, ഇതിന് നിയമ വഴികളില്ലേ? നിയമ വഴിയെ ഇപ്പൊ ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടി പോലും നിയമവഴി സ്വീകരിച്ചോ? എത്ര പേര് ഇവിടെ നാട്ടിൽ നിയമവഴി സ്വീകരിക്കുന്നില്ല? നിയമത്തിന്റെ പരാജയമാണ്. അതാണ് പ്രശ്നം. അതിന് ആൺ പെൺ വ്യത്യാസമല്ല പറയേണ്ടത്. അതായത് പെൺകുട്ടികൾ നിയമവഴികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തരം ഒരു വിഷയത്തെ നമ്മൾ ചർച്ചയ്ക്കെടുക്കണം. എന്തായാലും KR മീര ഇത്തരത്തിൽ പറഞ്ഞ കാര്യത്തോട് യോജിക്കാനാവില്ല, പ്രത്യേകിച്ച് ഒരു KLF പോലുള്ള ഒരു വേദി. പക്ഷെ അത് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. അവര് ഒരിക്കലും ഗ്രീഷ്മയെ ന്യായീകരിച്ചുകൊണ്ട് അവിടെ സംസാരിച്ചു എന്ന് തോന്നുന്നില്ല. നമുക്ക് അതിന്റെ ബൈറ്റ് കേൾക്കാമല്ലോ. തീർച്ചയായും.